നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA മലയാളം ഫസ്റ്റ് സെമിസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ബ്ലോക്ക് 1 പ്രാചീന തമിഴകം പ്രാചീന കേരളം എന്നതിലെ യൂണിറ്റ് 3 ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സംഘകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മതവിഭാഗങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്ന് ഒരു പ്രത്യേക മതവിഭാഗം മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നല്ല, മറിച്ച് അതിപ്രാചീന കാലം മുതൽക്ക് തന്നെ കേരളത്തിൽ വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ നിലനിന്നിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടിട്ട് ആ ഒരു കാലഘട്ടത്തിൽ കുറച്ച് മുൻതൂക്കം ലഭിച്ചിരുന്നത്, പ്രാധാന്യം ലഭിച്ചിരുന്നത് ബുദ്ധമതത്തിനായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ബുദ്ധമതത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. ബുദ്ധ ജൈന മതങ്ങള് മൗര്യകാലത്തിന് മുമ്പ് തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ബുദ്ധ ജൈന ഹൈന്ദവ മതങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു കേരളം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളും പൊതുവെ പള്ളികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പള്ളിക്കൽ, പള്ളിക്കുന്ന്, പള്ളിപ്പുറം തുടങ്ങിയവ ഉണ്ടായിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് ഒട്ടനവധി വിവരങ്ങൾ നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബുദ്ധമതത്തിന്റെ വിഗ്രഹങ്ങളും പ്രതിമകളും എല്ലാം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇവരുടെ മുദ്രകളിൽ പലതും ഇപ്പോഴും നിലനിൽക്കുന്നവയുമാണ്. അതുപോലെ ബുദ്ധമതക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ് ആരാധനാലയങ്ങളോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ ചികിത്സാ കേന്ദ്രങ്ങളും എല്ലാം സ്ഥാപിക്കുക എന്നുള്ളത്. അത് ഇത്തരത്തിൽ കേരളത്തിൽ പല ഭാഗത്തു നിന്നും ഇതിനുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തേത് ജൈനമതമാണ്. ജൈനമതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലേക്ക് ജൈനമതം എത്തുന്നത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തോട് കൂടിയിട്ടാണ്. BC 4-ാം നൂറ്റാണ്ട് മുതൽക്കാണ് ജൈനമതം വളരെയധികം വ്യാപിക്കാൻ തുടങ്ങിയത്. സംഘകാലത്ത് ജൈനമതം ഉണ്ടായിരുന്നു എന്നതിന് പല തെളിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജൈനമത കേന്ദ്രവും ക്ഷേത്രാവശിഷ്ടങ്ങളും എല്ലാം നമുക്ക് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ജൈനമതക്കാര് നാഗരികതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നവരുമാണ്. ഇനി തുറമുഖങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. കേരളത്തിലുള്ള തുറമുഖങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ റോമക്കാരുടെ ആഗമനത്തിന് ശേഷമാണ് നമുക്ക് കേരളത്തിലെ തുറമുഖങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടിത്തുടങ്ങിയത്. പ്ലാനി, ടോളമി തുടങ്ങിയവരെല്ലാം ഇത്തരത്തിൽ തുറമുഖങ്ങളെ കുറിച്ചിട്ട് പല വിവരണങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മുസിരിസ്, തീൻഡിസ്, ബക്കാറ, നെൽക്കിണ്ടിയം എന്നിവയെല്ലാം പ്രധാനപ്പെട്ട തുറമുഖങ്ങളായിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇതിൽ മുസിരിസ് കൊടുങ്ങല്ലൂരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തീൻഡിസ് പന്തലായിനിയാണെന്നും പൊന്നാനിയാണെന്നും രണ്ടു തരത്തിലുള്ള വാദങ്ങൾ, രണ്ടു തരത്തിൽ ഗവേഷകര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ ഉള്ളതാണ് ബക്കാറെ. ബാരിസ് നദീതീരത്തുള്ളത് എന്നാണ് ഇതിന്റെ അർത്ഥം എന്നാണ് പറയുന്നത്. അഥവാ പമ്പ നദീതീരത്ത് ആലപ്പുഴ ജില്ലയിലായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. നെൽക്കിണ്ടിയം എന്ന് പറയുന്നത് നീണ്ട കരയുള്ള തീരപ്രദേശം എന്നാണ്. എന്ന് വെച്ചാൽ നീണ്ട കരയുള്ളത് എന്ന് അഭിപ്രായം കൊണ്ട് തന്നെ ഏതാണ് കറക്റ്റായിട്ട് ഏത് ലൊക്കേഷനിലായിരുന്നു ഈ ഒരു തുറമുഖം വന്നിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വിദേശ ബന്ധങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. റോമക്കാര്, ഗ്രീക്കുകാര്, ചീനക്കാര്, അതുപോലെ ഫീനിഷ്യർ, ബാബിലോണിയക്കാര്, അസീറിയര്, അറബികള്, ഇസ്രായേലിയര് എന്നിവരെല്ലാം തന്നെ കേരളത്തിലെ വാണിജ്യ ബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു. പടിഞ്ഞാറൻ നാട്ടുകാര് കേരളത്തിലെത്തിയത് സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ ആദ്യം എത്തിയിരുന്നത് അറബികളും അതുപോലെ ഫീനിഷ്യരുമായിരുന്നു എന്നാണ് കരുതുന്നത്. ഇവർക്ക് പുറമെ തന്നെ ചൈനക്കാരും മറ്റുള്ളവരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ പറയുന്ന ടോപ്പിക് ആര്യവൽക്കരണത്തെ കുറിച്ചാണ്. ആര്യവൽക്കരണം എന്ന ആശയമാണ്. കേരളത്തിലേക്ക് കടന്നു വന്നിരുന്ന ആര്യന്മാര് ദ്രാവിഡരെക്കാളും വലിയ സമ്പന്നരോ മറ്റൊന്നും ആയിരുന്നില്ല. എന്നാൽ ക്രമേണ അവരെ ദ്രാവിഡർക്ക് മേലുള്ള ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു സംഭവിച്ചത്. AD 8-ാം ശതകം മുതൽ ആര്യന്മാരുടെ സ്വാധീനം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. മതത്തിലെ വിപുലമായ സ്വാധീനം ചെലുത്തി. ബുദ്ധ ജൈന ക്ഷേത്രങ്ങൾ പലതും അവർ ഹൈന്ദവ ക്ഷേത്രങ്ങളാക്കി മാറ്റിയെടുത്തു. യാഗങ്ങൾ ചെയ്യുന്ന ഒരു രീതി സമ്പ്രദായം വളരെയധികം കൂട്ടി. ജന്മി സമ്പ്രദായത്തിൽ തുടക്കം കുറിച്ചു. സ്ത്രീകൾ അന്തപുരത്തിൽ മാത്രം ഒതുങ്ങി കൂടുന്ന അവസ്ഥയിലേക്ക് എത്തി. വിവാഹ സമ്പ്രദായങ്ങളിൽ അവർ മാറ്റം വരുത്തി. മരുമക്കത്തായം നിലവിൽ വന്നു. ആഹാര രീതികളിൽ മാറ്റം വരുത്തി. സ്ത്രീ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. വിധവാ വിവാഹം അവസാനിപ്പിച്ചു. അവരുടേതായ താല്പര്യ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുന്നതായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്.
അതുപോലെ ജാതികളായിട്ട് സമൂഹത്തെ വിഭജിച്ച ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇനി കാർഷിക സമൂഹത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പൊതുവെ ദക്ഷിണേന്ത്യയിലേക്ക് കലപ്പ പോലെയുള്ള കാർഷിക ഉപകരണങ്ങൾ എത്തിയിരുന്നത് ഉത്തരേന്ത്യയിൽ നിന്നിട്ടുമായിരുന്നു. അപ്പോ കാർഷിക വൃത്തിയിൽ പല മതവിഭാഗങ്ങളും ഈ പറഞ്ഞ പോലെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ബുദ്ധമതമെല്ലാം കാർഷിക വൃത്തികളെ അനുകൂലിക്കുന്നവയായിരുന്നു. അത്തരത്തില് ജൈന മതവും കൃഷിയെ പിന്തുണച്ചിരുന്ന ഒരു മതം തന്നെയായിരുന്നു. അതുപോലെ തന്നെ മഴയുടെ ദേവനായ ഇന്ദ്രനെയാണ് ഒരു വിഭാഗം ആളുകൾ ദേവനായിട്ട് കണക്കാക്കിയിരുന്നത്. ഇന്ദ്രനെ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ആഘോഷങ്ങള്, ഇന്ദ്രമിയ പോലെയുള്ള ആഘോഷങ്ങൾ ഇവര് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ക്ഷേത്രങ്ങളും ബ്രാഹ്മണ ഗ്രാമങ്ങളെയും കുറിച്ചിട്ടാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. പരശുരാമൻ കേരളത്തെ 64 ഭാഗങ്ങളാക്കി ബ്രാഹ്മണർക്ക് വീതിച്ചു നൽകി എന്നാണല്ലോ ഐതിഹ്യം. അപ്പോ എന്നാല് ഇത് അധിക കാലം നേരെ പോയിരുന്നില്ല, സൗഹാർദ്ദപരമായിട്ട് നിലനിന്നില്ല. പല ഭാഗങ്ങളായിട്ട് അധികാര ഭാഗങ്ങളായിട്ട് വിഭജിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. പിന്നീട് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള നമ്പൂതിരി ഗ്രാമങ്ങളാണ് ഉടലെടുത്തത്. ഇതിനെ തുടർന്ന് തന്നെ ഒട്ടനവധി ക്ഷേത്രാധിഷ്ഠിത സമൂഹങ്ങൾ വളർന്നു വന്നു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ എല്ലാം സ്ഥിരാകേന്ദ്രങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ മാറുകയാണ് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ അംഗസംഖ്യയുള്ള ആൾക്കാരായിട്ട് ആര്യന്മാര് മാറി. അതിനു പുറമെ ബ്രാഹ്മണർക്ക് സമൂഹത്തിൽ വലിയ ഒരു സ്വാധീനം കിട്ടിത്തുടങ്ങി. അവർ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ അത്യധികം ആഴത്തിൽ വേരുറപ്പിക്കുകയും ചെയ്തു. ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിലും പ്രോത്സാഹനത്തിലുമെല്ലാം ഈ ഒരു ബ്രാഹ്മണ സമൂഹത്തിന് മേധാവിത്വം ഉണ്ടായി. അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിലായിരുന്നു വിദ്യാഭ്യാസവും മറ്റെല്ലാം വളർന്നു വന്നിരുന്നത്. ഇത് കൂടാതെ തിരുവനന്തപുരത്ത് കളന്തൂർ ശാല, അതുപോലെ കാർത്തിപുരം ശാല തുടങ്ങിയവയെല്ലാം ഉപരിപഠന കേന്ദ്രങ്ങളായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. ശില്പകല, ചിത്രകല, വിദ്യകല, വാസ്തുവിദ്യ മുതലായവയെല്ലാം ഈ ഒരു ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് വളർന്നു വരാൻ തുടങ്ങി. ഇത്തരത്തില് ആ ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ സ്ഥിതികളെ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ ക്ഷേത്രങ്ങൾ വളർന്നു വന്നു എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഇതാണ് ഈ ഒരു ആര്യ അയനം അല്ലെങ്കിൽ ആര്യ വൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതായിരുന്നു ഇതിന്റെ പ്രത്യാഘാതങ്ങൾ. ഇത്തരത്തില് ബ്രാഹ്മണ സമൂഹങ്ങൾക്ക് ഒരു മേധാവിത്വം കിട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠഭാഗത്തിൽ. കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ ഉണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്ത് പഠിക്കാം, നല്ല മാർക്ക് വാങ്ങും. താങ്ക് യു.